ഇപ്പം നമ്മൾ 5 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. പല കുട്ടികളും വീഡിയോയിൽ ചോദിക്കുന്നതാണ് ഈ 2000-കാർക്ക് ക്യാമ്പുണ്ടോ 98-കാർക്ക് ക്യാമ്പുണ്ടോ എന്നൊക്കെ. അപ്പോൾ എവിടെയും കാണാറില്ല. FC കേരളൊക്കെ ഉണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കും ജോയിൻ ചെയ്യണമെങ്കിൽ FC കേരളയിൽ വരാം കേട്ടോ. നാരായണൻ സാറെ കീഴിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. വീക്കെൻഡ് ക്യാമ്പുണ്ട്. വീക്കെൻഡിൽ മാത്രം അകലെയുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് ഈ വീക്കെൻഡിൽ ഞാനിപ്പോൾ ഒരു പുതിയൊരു കാര്യം പല പേരൻസും ആവശ്യപ്പെട്ടെന്ന് ചെയ്തിട്ടുള്ളത് വീക്കെൻഡ് റെസിഡൻഷ്യൽ ക്യാമ്പ്. അവിടെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് രാത്രി 9 മണിയോട് കൂടിയൊക്കെ ഇവിടെ എത്തുക. ഇവിടെ വന്ന് ഡിന്നർ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. ശനിയാഴ്ച 2 സെഷൻ, ഞായറാഴ്ച 2 സെഷൻ, ഞായറാഴ്ച രണ്ടാം സെഷൻ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 8 മണിക്ക് തിരിച്ചു പോവുക. വളരെയധികം പൈസ പറയുകയും പിന്നെ ഒരു 50% ഡിസ്കൗണ്ടാണ്. അതിനേക്കാൾ താഴെയടപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ള പൈസ. കാരണം നമ്മൾ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വീഴും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പറഞ്ഞു ആയിക്കോട്ടെ. മക്കളെ, നിങ്ങൾ അക്കാഡമികളിൽ ജോയിൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ തന്നെ പല അക്കാഡമികളുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഫീസ് ഇതുപോലെ തുറന്ന് പറയുന്ന അതിനുള്ള ധൈര്യമുള്ള ഒരു അക്കാഡമിയും ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അത് നിങ്ങളെ പേടിപ്പിക്കുന്ന ഫീ ആയിരിക്കാം. അല്ല, ഇവരെ സ്റ്റാർ റേറ്റിംഗ് ചെയ്യും. 1 മുതൽ 5 വരെ സ്റ്റാർ റേറ്റിംഗ് ചെയ്യും. ഈ സ്റ്റാർ റേറ്റിംഗ് അനുസരിച്ച് അതുപോലെ എല്ലാ കളിക്കാർക്കും ബങ്കറുകളല്ല, സിംഗിൾ കട്ടിലുകളാണ്. ഡബിൾ ഡെക്കർ അല്ല. ഇതങ്ങനെ നമുക്കൊരു ഭീമമായിട്ടുള്ള ലാഭം അതിനേക്കാൾ ഉപരി നല്ലൊരു പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ FC കേരള ഒന്നും കൂടി സജീവമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇനി FC കേരളൻ്റെ ഭാവി പരിപാടികൾ? ഞാനിപ്പോൾ 2014 മെയിൽ റിട്ടയർ ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും FC കേരളയുടെ പരിപാടികളിലേക്ക് സജീവമായിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇടക്കാലത്തൊന്ന് പിന്നെ പ്രോഗ്രാമിൻ്റെ അപകടങ്ങൾ അഥവാ ഞാൻ കുറച്ചു കാലം വിട്ടുവന്നു. പ്രിൻസിപ്പളെല്ലാമായിട്ട് വിട്ടുന്ന സമയത്തുണ്ടായിട്ടുള്ള കുറച്ച് കുറവുകൾ അതിനെ പൂർവാധികം ഭംഗിയായിട്ട് നികത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ നമ്മൾ 5 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. വളരെ നല്ല പരിശീലകരുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു സഹകരണവും അവരുടെ എല്ലാം നടക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ക്യാമ്പ് പല സമയങ്ങളായിട്ട് നടക്കുന്നുണ്ട്. തൃശ്ശൂർ കേരള കോളേജ് ഗ്രൗണ്ടിലെ പിന്നെ ശനി ഞായർ ദിവസങ്ങളിലും വേണ്ടി വന്നാൽ മറ്റ് കോളേജിൻ്റെ പ്രാക്ടീസ് ഇല്ലാത്ത സമയത്തും നമുക്ക് ഗ്രൗണ്ട് കിട്ടാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്നത് മുഴുവൻ പിന്നെ ഫുട്ബോൾ പഠിക്കാൻ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് വരുന്ന 5 വയസ്സ് തൊട്ടുള്ള 22 വയസ്സ് വരെയുള്ള ഇപ്പോൾ ഉള്ളതിൽ വളരെ 10-20 വയസ്സ് വരെയുള്ള കുട്ടികൾ വരുന്നുണ്ട്. അവർ കളിക്കാരാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവർക്ക് കളിക്കണം, അവർക്കൊന്ന് എൻജോയ് ചെയ്യണം. അങ്ങനെ ഒരു മനസ്സുള്ള അമേച്വർ തലത്തിലുള്ള നമ്മളോട് പല കുട്ടികളും വീഡിയോയിൽ ചോദിക്കുന്നതാണ് ഈ 2000-കാർക്ക് ക്യാമ്പുണ്ടോ 98-കാർക്ക് ക്യാമ്പുണ്ടോ എന്നൊക്കെ. അപ്പോൾ എവിടെയും കാണാറില്ല. FC കേരളൊക്കെ ഉണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ആർക്കും ജോയിൻ ചെയ്യണമെങ്കിൽ FC കേരളയിൽ വരാം കേട്ടോ. നാരായണൻ സാറെ കീഴിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് അമേച്വർ തലത്തിൽ നിൽക്കുന്ന കുട്ടികൾ. പിന്നെ അതുപോലെ 5 വയസ്സ് തൊട്ട് പിന്നെ ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെട്ട 5-6 തൊട്ട് അങ്ങനെ 10, 14, 18, 17 വയസ്സൊക്കെയുള്ള കുട്ടികൾ അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിനും അവരെ അതാത് ഏജ് ഗ്രൂപ്പിലേക്ക് തിരിച്ച് ഓരോ ഏജ് ഗ്രൂപ്പിനും കൊടുക്കേണ്ട വർക്ക് എന്താണോ ആ വർക്ക് നൽകിക്കൊണ്ട് ഞാൻ നേരത്തെ ആശ്വമേങ്കറിൻ്റെ കഥ പറഞ്ഞ പോലെ 5 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയുള്ളവർക്ക് കൊടുക്കേണ്ടത് അവിടെ 8 തൊട്ട് 14 വയസ്സ് വരെ അങ്ങനെ അവരെ കൃത്യമായിട്ട് അവരെ ഫുട്ബോളിൻ്റെ ഓരോ ഘട്ടത്തിലേക്കും വേണ്ടതായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ട് കൊണ്ടുവരിക. അതോടൊപ്പം നമ്മൾ പിന്നെ നിരന്തരം നടക്കുന്ന ക്യാമ്പുകളുണ്ട്, റെഗുലർ ക്യാമ്പ്. പിന്നെ വീക്കെൻഡ് ക്യാമ്പുണ്ട്. വീക്കെൻഡിൽ മാത്രം അകലെയുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് ഈ വീക്കെൻഡിൽ ഞാനിപ്പോൾ ഒരു പുതിയൊരു കാര്യം പല പേരൻസും ആവശ്യപ്പെട്ടെന്ന് ചെയ്തിട്ടുള്ളത് വീക്കെൻഡ് റെസിഡൻഷ്യൽ ക്യാമ്പ്. അവിടെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് രാത്രി 9 മണിയോട് കൂടിയൊക്കെ ഇവിടെ എത്തുക. ഇവിടെ വന്ന് ഡിന്നർ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. ശനിയാഴ്ച 2 സെഷൻ, ഞായറാഴ്ച 2 സെഷൻ, ഞായറാഴ്ച രണ്ടാം സെഷൻ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 8 മണിക്ക് തിരിച്ചു പോവുക. അല്ലെങ്കിൽ തിങ്കളാഴ്ച അതിരാവിലെ തിരിച്ചു പോവുക. അപ്പോൾ അവിടെ താമസിക്കുക. ഇവിടെ 4 സെഷൻ വീക്കെൻഡിൽ ചെയ്യുക. ഹോസ്റ്റൽ ഫെസിലിറ്റി, ഭക്ഷണം വളരെ മിതമായിട്ടുള്ള നിരക്കിൽ. പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം വളരെയധികം പൈസ പറയുകയും പിന്നെ ഒരു 50% ഡിസ്കൗണ്ടാണ്. അതിനേക്കാൾ താഴെയടപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുള്ള പൈസ. കാരണം നമ്മൾ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വീഴും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫുള്ളി റെസിഡൻഷ്യൽ ഉണ്ട്. അതിനിപ്പോൾ ഞാൻ ഒരു കൊല്ലത്തേക്ക് പറഞ്ഞ 1,30,000 രൂപയാണ് ഫുൾ റെസിഡൻഷ്യലിന് ഒരു വർഷത്തേക്ക്. സുഹൃത്തുക്കളെ, നിങ്ങൾ അക്കാഡമികളിൽ ജോയിൻ ചെയ്യുമ്പോൾ സാറേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. മക്കളെ, നിങ്ങൾ അക്കാഡമികളിൽ ജോയിൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ തന്നെ പല അക്കാഡമികളുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ
ഫീസ് ഇതുപോലെ തുറന്ന് പറയുന്ന അതിനുള്ള ധൈര്യമുള്ള ഒരു അക്കാഡമിയും ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അത് നിങ്ങളെ പേടിപ്പിക്കുന്ന ഫീ ആയിരിക്കാം. എന്തായാലും സാറ് 1.30 ഒരു വർഷത്തേക്ക് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ നോക്കുകയാണെങ്കിലും അക്കാഡമികളിൽ അക്കാഡമി പോട്ടെ, നിങ്ങൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചിലവ് വരും. സോ ഇതൊരു മാന്യമായ ഫീ ആണ്. അത് അങ്ങനെ തന്നെ പറയാൻ സാറ് ധൈര്യം കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതിന് കൂടെ നമ്മളതിൽ ഉറപ്പ് വരുത്തുന്നത് ഇതിൽ 35,000 രൂപ വരെ കോച്ചിങ് ഫീയാണ് ഒരു വർഷത്തെ. ഓക്കെ, ഇവരെ സ്റ്റാർ റേറ്റിംഗ് ചെയ്യും. 1 മുതൽ 5 വരെ സ്റ്റാർ റേറ്റിംഗ് ചെയ്യും. ഈ സ്റ്റാർ റേറ്റിംഗ് അനുസരിച്ച് ഇപ്പോൾ ഒരു 5 സ്റ്റാർ കിട്ടുന്ന കുട്ടിക്ക് ഈ 35,000 രൂപ കുറയും, ഫീ 95,000 രൂപയായിട്ട് മാറും. 4 സ്റ്റാർ കിട്ടുന്ന കുട്ടിക്കാണെങ്കിൽ പിന്നെ 75% ഫീസിൽ ഡിസ്കൗണ്ട് ചെയ്യും. 2 സ്റ്റാർ കിട്ടുകയാണെങ്കിൽ പോലും 25% ഡിസ്കൗണ്ട് ഉണ്ടാവും 35,000 രൂപ. ഈ 95,000 രൂപ എന്ന് പറയുന്നത് അവരുടെ താമസം, അവരുടെ ഭക്ഷണം, അവരുടെ പിന്നെ സ്കൂൾ പഠിപ്പ്, അവരുടെ കിറ്റ്, ഇതെല്ലാം അടക്കമുള്ള പൈസയാണ്. അവരുടെ രജിസ്ട്രേഷൻ, അവരുടെ കളികൾ നടക്കേണ്ടത്, ഇതെല്ലാം അതിൽ നടക്കും. യാത്രകൾ, അതെ, യാത്രകൾ എന്ന് പറയുന്നത് മറ്റേ ദൂരയാത്രകളല്ല, സാധാരണ നിലയ്ക്ക്. പിന്നെ പ്രധാനമായിട്ടും നമ്മളതിൽ ഈ തൃശ്ശൂരുള്ള അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും അതിൻ്റെ ഉള്ളിൽ. ഇതിൽ പിന്നെ നമ്മൾ നമ്മളൊരു മെനു തീരുമാനിച്ചിട്ടുണ്ട്. ആ മെനു നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ്. ആ മെനു നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നല്ല, ഇന്ന മെനു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ് ഓരോ ദിവസവും. അതിന് നല്ല ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ കളി പുറത്തേക്ക് എടുക്കാൻ അഥവാ കളി നല്ല രീതിയിൽ കളിക്കാൻ നല്ല ആരോഗ്യം വേണം. ആ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം വേണം. ആ ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം. അതുപോലെ എല്ലാ കളിക്കാർക്കും ബങ്കറുകളല്ല, സിംഗിൾ കട്ടിലുകളാണ്. ഡബിൾ ഡെക്കർ അല്ല. കാരണം ഡബിൾ ഡെക്കർ ആണെങ്കിൽ മുകളിൽ ഫാനിൻ്റെ അടിയിലുള്ള ആൾക്ക് കിട്ടില്ല. പിന്നെ മാത്രം കുടിസാവും. അപ്പം കുറേ കൂടി അവർക്ക് മറ്റേ സുഖമായിട്ട് താമസിക്കാൻ പറ്റാവുന്ന സിംഗിൾ കട്ടിൽ, മറ്റേ കിടക്ക സൗകര്യങ്ങൾ, ആ രീതിയിലാണ് നമ്മൾ. അതായത് ഇതങ്ങനെ നമുക്കൊരു ഭീമമായിട്ടുള്ള ലാഭം അതിനേക്കാൾ ഉപരി നല്ലൊരു പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ അവർക്ക് കിട്ടുന്ന വലിയൊരു കാര്യം. അപ്പോൾ വീക്കെൻഡിൽ മാത്രമായിട്ട് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തേക്ക് അവർ 3,000 രൂപയാണ് താമസത്തിനും ഭക്ഷണത്തിനും വേണ്ടി കൊടുക്കേണ്ടത്. താമസത്തിനും ഭക്ഷണത്തിനും വേണ്ടി 8 days 8 അവർക്ക് ശരിക്കും 12 സെഷൻ കിട്ടും, അല്ല 16 സെഷൻ കിട്ടും 4 ആഴ്ചയിൽ. 8 ദിവസമാണ് അവർ ചെലവഴിക്കേണ്ടത്. അതെ, വെള്ളിയാഴ്ച വൈകുന്നേരം വന്നാൽ ശനി 16 സെഷൻസ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ ഒന്ന് വൈവിധ്യവൽക്കരിക്കുകയാണ്, കൂടുതൽ ഒരു ജനകീയമാക്കുക. നമ്മൾക്ക് ഒരു മിതമായ നിരക്കിൽ അവർക്ക് ഒരു പ്രോഗ്രാം പിന്നെ അനുഭവവേദ്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഇതിൽ പിന്നെ കർമ്മ കോളേജ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കാനുള്ള സൗകര്യം. നമ്മൾ CMS സ്കൂളുമായിട്ട് നമുക്ക് ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അഡ്മിഷൻ അവിടെ കിട്ടും. അവർ ഫുട്ബോളിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്കൂളാണ്. അതുകൊണ്ട് മറ്റേ എന്തെങ്കിലും കാരണം വെച്ചാൽ കുട്ടിക്ക് ഒരു ദിവസം ഒരു പീരീഡ് ലേറ്റായിട്ടേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവർ നേരത്തെ വരണമെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ കിട്ടും. ഇതോടൊപ്പം ഇവർ പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം ഒരു അധ്യാപനം കൂടിയായ നിലയ്ക്ക് അതുകൂടി വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യം, നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ വരണമെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് തലത്തിൽ നല്ല പെർഫോമൻസ് വേണം. നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു 60% മാർക്ക് മേടിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങൾ 70% മാർക്ക് മേടിക്കണം, എങ്കിലേ നിങ്ങൾ കളിക്കാൻ വരണ്ടു. അപ്പോൾ കളിയുടെ ഒപ്പം തന്നെ പഠിത്തവും നല്ല രീതിയിൽ നിലനിർത്തുക, അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രക്രിയ കൂടി നമ്മളിതിൽ ചെയ്യുകയാണ്. അപ്പോൾ പാരൻസിൻ്റെ ടെൻഷനെ നമ്മൾ ആ രീതിയിൽ ഫുട്ബോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയെടുക്കുക. ഓക്കെ. അപ്പോൾ സാറേ വിലപ്പെട്ട സമയം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ചിലവഴിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളെ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് നമ്മളെ പ്രേക്ഷകരെന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികളോട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സാറേ മെസ്സേജ്. എൻ്റെ മനസ്സിലുള്ള വലിയൊരു കാര്യം ആണ് ഞാൻ FC കേരളയിൽ കൂടെ നടത്തി കൊണ്ടുവരാൻ നോക്കുന്നത്. അത് പിന്നെ വരും തലമുറകളിലേക്ക് ഫുട്ബോള് പകർന്നു കൊടുക്കുന്ന രീതി കൂടി ഇന്നത്തെ ലോക ഫുട്ബോളിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുകയാണ്. ഇതിൽ യൂത്ത്, അതായത് 14 വയസ്സ് എത്തുന്നതോട് കൂടിയിട്ടാണ് ടീനേജ്, 13 തൊട്ട് തുടങ്ങും. ടീനേജ് എന്ന് പറയുന്നത് തന്നെ ടീൻ അവസാനിക്കുന്ന അക്കങ്ങൾ വരുമ്പോഴാണ്. അത് 13 ആണ്. 13 തൊട്ട് 19 വരെ. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു കുട്ടി അയാളുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടത്തിൽ കൂടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി മറ്റേ കാര്യങ്ങൾ ഈ കുട്ടിയെ സ്വാധീനിക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടി മറ്റേ മുതിർന്ന ഒരാളായിട്ടുമില്ല, എന്നാൽ കുട്ടി കാലം കഴിയുകയും ചെയ്തു. ഇതിനിടയ്ക്കുള്ള വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാലഘട്ടമാണത്. ഈ കാലഘട്ടത്തിൽ
നിങ്ങളുടെ ലഹരിയായിട്ട് മാറേണ്ടത് ഫുട്ബോളാണ്. ഫുട്ബോൾ ലഹരിയാവുക, അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ പഠനം കൂടി ലഹരിയായിട്ട് മാറുക. എല്ലാം നിങ്ങളുടെ ശ്രദ്ധയും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട്, ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അവിടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പോർട്സായിട്ട് മാറുക, കളികളായിട്ട്, പഠനമായിട്ട് മാറുക. അത് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ ആരോഗ്യത്തിന്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമൂഹത്തിനും ഒക്കെ ആവശ്യമുള്ളത് വളരെ ആരോഗ്യമുള്ള ഒരു ജനതയാണ്. അപ്പോൾ ആ ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, അത് മനസ്സിൻ്റെ ആരോഗ്യമാണ്, സമൂഹത്തിൽ പെരുമാറാനുള്ള നിങ്ങളുടെ കഴിവുകളാണ്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു വ്യക്തിയാക്കിയിട്ട്, ഒരു മനുഷ്യനാക്കിയിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ FC കേരളയുടെ പരിപാടികളിൽ കൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇത് ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ചെയ്ത പിന്നെ മുജീബ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്ത രാജേഷിനും ഏറെ നന്ദി, ഏറെ സ്നേഹം. കാരണം ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുകയും ഈ ഒരു പരിപാടിക്ക് ശ്രമിക്കുകയും ചെയ്തതിന് അങ്ങേയറ്റം നന്ദി. വളരെ നിറഞ്ഞ സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ മക്കളെ, പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ഇൻ്റർവ്യൂസ്, ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.